ഇഷ്ടമാണ്. അതെ, അതാണല്ലോ ഇവിടെയൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യാൻ ചീവിയിടും. പിന്നെ പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ചീവീടിൻ്റെ സൗണ്ട് കേട്ട എവിടെയാണെന്ന് അറിയാമോ? നമ്മുടെ കുരാമൻ്റെ അവിടെ ഇല്ല, അരുൺ, അവിടെ ഉച്ചയ്ക്കും ഒക്കെ ഇവിടെ വൈകുന്നേരം ആകുമ്പോഴേ ഈ സൗണ്ട് ഉള്ളൂ. പക്ഷെ അവിടെ നട്ടുച്ചയ്ക്കും ഭയങ്കരമായിട്ടുള്ള ചീവീട. പക്ഷെ വൈകുന്നേരം ഒന്നും വലിയ ശല്യമില്ല. ഇപ്പം മഴ ഇല്ലാത്തതുകൊണ്ടാണ്. മഴ ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്തുമായിട്ടൊരു ബന്ധമില്ല. കാര്യം ഇപ്പം ആ മൈക്കൊക്കെ കേൾക്കുന്നില്ലേ, ഒന്നും കേൾക്കില്ല. ഇല്ലാതെ വെള്ളച്ചാട്ടമുണ്ട്. ഇപ്പൊ ഉണ്ടോ വെള്ളം? ഇല്ല, ഈ തോട്ടിലെ വെള്ളമേ ഉള്ളൂ. മറ്റേ അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ കാണുന്ന ആ പാറയുണ്ട്, അത് മേളിൽ നിന്ന് ഇങ്ങനെ വരുന്നതാ. അതങ്ങനെ മറിഞ്ഞു വരും. മറിഞ്ഞ് ഈ തോട് നിറഞ്ഞ വെള്ളം വരുന്നു. മഴ സമയത്ത് ഇവിടെ വന്നാൽ കുറച്ചുകൂടെ ഭംഗിയാണ്. കാര്യം അന്നേരം ബുദ്ധിമുട്ടാണ്. ഒന്ന് പുറം ലോകമായിട്ടുള്ള ഒരു സൗണ്ടും ഇല്ല. അന്നേരം ഞാൻ വരുമ്പോൾ പുറം ലോകമായിട്ട് ഒരു ബന്ധമില്ല. അങ്ങനെ കുറച്ച് പാമ്പുകൾ കാണും ഇവിടെ ഇറങ്ങിയാലും. അതെ, അത് രക്താണലിയൊക്കെ ഇങ്ങനെ ഇഷ്ടം പോലെ അതിനൊക്കെ ഇങ്ങോട്ട് ഇങ്ങനെ നടക്കും. ഞാനിവിടെ നടക്കും. ചിലന്മാർ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ കാണാം ഓടാൻ പറയും. ആൾക്കാരൻ വന്നിട്ടുണ്ട്, ഞങ്ങൾ സ്വസ്ഥതയായിട്ടില്ല. ഇറങ്ങിപ്പോകുമ്പോഴൊക്കെ ചിലപ്പോൾ ആ വരുന്ന വഴിക്കൊക്കെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇപ്പോഴാണോ അവിടെ മണ്ണിട്ട വഴി? അത് ഈ ആഴ്ചയില്ല. മറ്റേ പാട കടന്നത് നടപ്പാതെയാ. അപ്പം അവിടെ മേളിലോട്ടൊരു വീടുണ്ടല്ലേ? മേളിലോട്ടൊരു വീടുണ്ടോ? അവിടെ ഇവിടെയൊക്കെ ഒന്നും രണ്ടും വീടുകൾ. അതാണ് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു സ്റ്റെപ്പ് മേളിലോട്ട് വെട്ടിയിട്ടുണ്ട്. ഇവിടെ ഞാൻ അവിടെ ചെന്ന വെള്ളം പിടിക്കേണ്ടിയിരുന്നു. കുടിവെള്ളം, കുടിക്കാനുള്ള വെള്ളം. അല്ലാതെ പിന്നെ ഈ തോട്ടിലെ വെള്ളം പിടിക്കും. മഴവെള്ളത്തിൻ്റെ ഇത് മഴവെള്ള സംഭരണിയല്ലേ? മഴവെള്ള സംഭരണിയാണ്. പക്ഷെ ഞാൻ തോട്ടിയെ ഓട്ടിച്ചിട്ട് നിറച്ചിടും. അത് കുടിക്കാനും പാചകം ചെയ്യാനും അവിടെ നിന്ന് എടുക്കും. നല്ല സെറ്റപ്പാണ്. ജീവിക്കുമ്പോൾ പ്രത്യേക സുഖമുണ്ട്. പ്രകൃതിയായിട്ട് ഇണങ്ങി ജീവിക്കും. കാര്യം ഓരോരുത്തരുടെ പിന്നെ ഒരു കരയിലെടുക്കാൻ ഒരാൾ വേണം, വേറൊന്നിനൊരു കൂട്ട് വേണം. ഇങ്ങനെയൊക്കെ ഉള്ളവരെ പിടിച്ചിട്ട് നിർത്തണം. അപ്പൊ എന്താണെന്നറിയാൻ, ലോകം എന്താണെന്നറിയാം. ശരി, നമ്മള് ഒരു ഫാൻ ഇടാൻ വേണ്ടി മമ്മി ഫാൻ ഇട്ട് വരുമെന്ന് പറഞ്ഞു ചായ എടുക്ക്, അതെടുക്ക്, ഇതെടുക്ക്. ഇപ്പൊ ഒന്നും എടുക്കാറില്ല, സ്വന്തമായിട്ട് വേണേലും എടുത്തോണം. കാര്യം ഇങ്ങനെയൊക്കെ ഇന്ന് കഴിയുമ്പോഴേ കാര്യം വിളിച്ചു പോയാൽ ആരും വരാനില്ല. പിന്നെ കുടിവെള്ളം വേണമെങ്കിൽ അങ്ങനെ വിലയെന്ന് വേണമെങ്കിൽ വയ്യായാലും കൊണ്ടുവരണം. കഴിഞ്ഞ ആഴ്ച പനി പിടിച്ച് 3 ദിവസം ഇവിടെ അന്തസ്സായിട്ട് കിടന്നു. വേണമെങ്കിൽ എഴുന്നേറ്റ് വല്ല ആഹാരം ഉണ്ടൊക്കെ കഴിക്കാം. അങ്ങനെ ഞാൻ ആഹാരം കഴിച്ച് കൈ കഴുകിയിട്ടിരിക്കുക. വൈകിട്ട് പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് പിന്നെ ആഹാരം കഴിച്ച് കഴിഞ്ഞിട്ട് ഇരിക്കുന്ന സമയം